കടകൻ എന്ന പടം കണ്ടോ? അത് തിയേറ്ററിൽ ഓടിയില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഒന്ന് ഭ്രമയുഗം, പിന്നെ പ്രേമലു, മഞ്ഞമ്മൽ ബോയ്സ്, ഇത് രണ്ടും തകർത്താടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെന്ന് അത് റിലീസ് ചെയ്തത്. ആ സമയത്ത് പോലും റിലീസ് ചെയ്യില്ലെന്ന് ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ ഓടി ഐ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് കടകൻ, അതായത് എൻ്റെ ഹീറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മൾ ഇപ്പൊ നമുക്ക് റിലീസ് ചെയ്യണം, ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കടകൻ പിന്നെയും ഇല്ല. നിങ്ങൾ കണ്ടതല്ലേ, മോശം പടമല്ല എന്താണെങ്കിലും അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് വേഷങ്ങളും അതുപോലെ നല്ല വേഷങ്ങളും അതുപോലത്തെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയേനെ. അപ്പൊ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോൾ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ്. എന്ത് പടമാണെങ്കിലും ശരിയാണ്. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്ര ഹിറ്റായിട്ട് ഓടി, അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ നമ്മളുണ്ട്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തത്. ആ പടം ഓടിയതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. നേരെ പറഞ്ഞാൽ ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല, ഇന്നും അറിയില്ല, ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു. അപ്പൊ ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്താലും ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ ജനം നോട്ടിഫൈ ചെയ്യും. ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും, ഞാനെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും സ്വീകരിക്കും. അത് ഓടാതെ വരുമ്പോഴാണ് അതൊന്നും അല്ലാതായി പോകുന്നത്. ആട്ടം എന്ന് പറയുന്ന സിനിമ IFFKയിൽ ഗംഭീര, ഞാൻ കണ്ട പടമാണ്. അത് തിയേറ്ററിലും ഭയങ്കര വെൻപിച്ച് വരും ഇല്ലേ. അത് ഒരു മാസം അവർ റിഹേഴ്സൽ ക്യാമ്പ് ഇട്ട് അവിടെ എല്ലാവരും താമസിച്ച് പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ്. അത് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്തതാണ്. അന്നേരം കൊമേഴ്സ്യലും വിജയിച്ചു. ഇത് സംഭവിക്കുന്നതാണ് അതൊക്കെ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും, പറയാൻ പറ്റില്ല. ഇപ്പോ ഞാനിപ്പോ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു. അവിടുന്ന് ഇവിടെ എത്താൻ ഒരുപാട് സമയം എടുത്തു. മഴയാണ് കാരണക്കാരൻ. മഴയില്ലാതെ കുറച്ച് നേരത്തെ ഞാൻ എത്തിയേനെ. അപ്പൊ കാരണങ്ങൾ പലതുണ്ട്, പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ. എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിംഗ് വരെ പലതും നിർത്തിവെച്ചു, റിലീസിങ് മാറ്റി വെച്ചു. ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് റിലീസ് ചെയ്യുന്നു. പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് വിദ്യാലയം ഇങ്ങനെ ഇപ്പൊ പലതും പല സിനിമകളൊക്കെ കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് കണ്ടിട്ട് എന്താണെന്ന് വിലയിരുത്തട്ടെ എന്നുള്ളതാണ് ഡയറക്ടർ പറഞ്ഞത്.